ഒരു 70 വയസ്സ് 75 വയസ്സായപ്പോഴത്തേക്കും ഈ മനുഷ്യൻ തിരിച്ചു വന്നു. ആ പ്രായമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ മനുഷ്യന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു പാർക്കിലിരിക്കുന്ന ഒരു രംഗം, ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു. എന്താ മോനെ അത്? സ്പാരോ. പക്ഷെ മറന്നുപോയി. പണ്ട് ഭയങ്കര പുലിയായിരുന്നു, പക്ഷെ ഇന്ന് ഓർമ്മകളൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞില്ലേ സ്പാരോ ഒന്ന്? Ένα σπουργίτη είναι πατέρα. Ένα σπουργίτη. Σπουργίτη. സ്പെല്ലിംഗ് സഹിതം പഠിപ്പിച്ചു കൊടുത്ത് 3-ാം തവണ. Τι είναι αυτό? Γιατί το κάνεις αυτό το πράγμα? Μπορείς να πεις τόσες φορές? മനുഷ്യൻ മനസ്സിലാകുന്നില്ല. നിങ്ങൾ എത്രയാണ് പറയുന്നത്? ചില കുടുംബത്തിൽ എങ്ങനെയാ, കാരണന്മാർക്ക് ഇച്ചിരി ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന മക്കളുണ്ട്. ഈ മനുഷ്യൻ പോയി. ചില സമയത്ത് ഇവർക്ക് ഓർമ്മകളെല്ലാം വരും. ആ ഓർമ്മയിൽ ഒരു ഓർമ്മ വന്നു, വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഓർമ്മ. ആ ഓർമ്മയാണ് ആ അച്ഛൻ പോയി വീട്ടിൽ പോയി പെരക്കാത്തിരുന്ന് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യന് ഒരു സാധനമുണ്ട്. അത് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ഓർമ്മയാണ്. അതൊരു ഡയറിയാണ്. ആ ഡയറിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സെയിം സംഭവം, സെയിം സിറ്റുവേഷൻ, പക്ഷെ ഒരു മാറ്റമുണ്ട്, ഒരേ ഒരു മാറ്റം. അതാണ് കാലഘട്ടത്തിന്റെ മാറ്റം. ആ ഡയറിയിൽ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവനന്ന് കൊച്ചുകുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ആ ബെഞ്ചിലിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം ഞാനും എന്റെ മോനോട് പാർക്കിൽ ചെന്നൊരു ബെഞ്ചിലിരുന്നപ്പോ എന്റെ കൊച്ച് എന്നോട് ചോദിച്ചു, എന്താ പപ്പ ഈ പക്ഷി? ചോദിച്ചു ഒരു തവണയല്ല, ഒരേ ചോദ്യം ചോദിച്ചത് 21 തവണ. എന്താ പാപ്പ പക്ഷി? ഞാൻ പറഞ്ഞു കൊടുത്തു സ്പാരോ. അങ്ങനെ ഓരോ തവണ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ആ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കാരണം ഉണ്ടായിരുന്നു. എന്റെ കൊച്ചിന്റെ മാനസികാവസ്ഥ, അതായത് ഫീലിങ്സ് എനിക്കന്ന് അറിയാമായിരുന്നു. പക്ഷെ കാലം മാറിയപ്പോഴോ? ഇവിടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇത് തിരിച്ചറിഞ്ഞ മോനോ? നമ്മുടെ കാലഘട്ടത്തിന് ആവശ്യം ഇതാ കേട്ടോ. ഏതൊരു കാലഘട്ടത്തിലും താങ്ങായി തണലായി അവരുടെ കൂടെ നിൽക്കാൻ എന്നും നമ്മൾ ഉണ്ടാവണമെന്നുള്ള ഒരു വലിയൊരു തീരുമാനം. ഞാൻ മൈൻഡപ്പ് ചെയ്യുന്ന ഒറ്റ കാര്യം ചെയ്തുകൊണ്ടായിരിക്കും. പിള്ളേരെല്ലാം ഒന്ന് ഇറങ്ങി വന്നേ. പിള്ളേരെല്ലാം ഇറങ്ങി വന്നേ. പിള്ളേരെല്ലാം ഇറങ്ങി. സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ പിള്ളേരെല്ലാം ഇറങ്ങി. പെട്ടെന്ന് വാ. പിള്ളേരെല്ലാം ചെരുപ്പൊന്നും വേണമെന്നില്ലെന്നേ, ശീലൊന്നും. ഈ പിള്ളേരോട് ഞാൻ ചോദിക്കും കേട്ടോ, പിള്ളേർ ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പയും മമ്മിയും ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണോ? ഓക്കെ, അന്നേരം കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ എടുത്തിട്ട് വാ. പോട്ടെ, കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പപ്പയ്ക്കുള്ള ഉമ്മ അങ്ങോട്ട് കൊടുക്കാൻ പോവല്ലേ? ആ ഉമ്മ മേടിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ വിളിച്ച റോക്കി ചേട്ടനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.